ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ നമ്മോട് പറയുകയാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിൽ ഉണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. ഈശോ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹം, ഈശോ സ്വർഗസ്ഥനായ പിതാവിൻ്റെ കരുണ നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തരികയും, സ്വർഗസ്ഥനായ പിതാവ്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഈശോ വ്യക്തമായിട്ട് പറയുകയും, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം ചോദിക്കണം എന്ന് തന്നെ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയും, ചോദിക്കുന്നവർക്കാണ് ലഭിക്കുന്നത്. ഇത് ഈശോ പ്രാർത്ഥനയുടെ അനിവാര്യതയെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും നമുക്ക് ബോധ്യപ്പെടുത്തി തരികയും, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ നമ്മോട് പറയുക, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ദൈവത്തിന്. ദൈവത്തിന് നാം ചോദിക്കുന്നതിലും നാം ആഗ്രഹിക്കുന്നതിലും പോലും കൂടുതൽ ചെയ്യാൻ കഴിയും. പക്ഷേ എങ്കിലും നാം നമ്മുടേതായ രീതിയിൽ ഈശോയോട്, ദൈവത്തോട് ചോദിക്കണം എന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുകയും, നമുക്കറിയാം നമ്മുടെയൊക്കെ അനുദിന പ്രായോഗിക ജീവിതത്തിൽ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമുക്കറിയാം, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. മാതാപിതാക്കളോട് മക്കൾ അവരുടെ പരിമിതമായ അറിവിൻ്റെയും സാഹചര്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവരുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെയാണ് ചോദിക്കുന്നത് എങ്കിലും, ആ ചോദിക്കുന്നതിലും ആ മക്കൾ ആഗ്രഹിക്കുന്നതിലും എത്രയോ കൂടുതൽ നന്മകൾ മാതാപിതാക്കൾ അവരുടെ അറിവിൻ്റെയും സ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തങ്ങളുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കും. എന്നാൽ പോലും മക്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, മക്കൾക്ക് ആഗ്രഹമുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ മാതാപിതാക്കളോട് ചോദിക്കുവാൻ സാധിക്കും, മാതാപിതാക്കളുടെ അറിവിലേക്കും ഓർമ്മയിലേക്കും കൊണ്ടുവരാൻ സാധിക്കും. ഇത് മക്കൾ തങ്ങളുടെ മാതാപിതാക്കളോട് ചോദിക്കുന്നത് അവർ മക്കളായതുകൊണ്ടും മാതാപിതാക്കളോട് സ്നേഹമുള്ളത് കൊണ്ടും മാതാപിതാക്കളോട് മക്കൾ എന്ന നിലയിലുള്ള അടുപ്പവും സ്വാതന്ത്ര്യവും ഉള്ളത് കൊണ്ടും തങ്ങളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ തങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്ന സ്നേഹത്തിൻ്റെതായ വിശ്വാസമുള്ളത് കൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോഴെങ്കിലുമൊക്കെ മക്കൾക്ക് അത്യാവശ്യമില്ല എന്ന് മാതാപിതാക്കൾക്ക് അറിയാമെങ്കിൽ പോലും മക്കൾ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ, നിർബന്ധ ബുദ്ധി കാണിക്കുമ്പോൾ മാതാപിതാക്കൾ അവരുടെ സരള ഹൃദയത്തിൻ്റെ സ്നേഹഭാവം കൊണ്ട് ഈ മക്കൾക്ക് ആ നന്മകൾ, ചോദിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇത്തരത്തിലുള്ള ഒരു മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആ വൈകാരിക തലങ്ങളെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഈശോ പറയുകയാ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവും തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല നൽകുന്നത്,
പക്ഷെ ചോദിക്കുന്ന കാര്യങ്ങൾ നൽകും, അതിലധികമായിട്ട് നൽകും, അതിലേറെ നൽകും. ചോദിക്കുന്ന കാര്യങ്ങളും നൽകും, ചോദിക്കാത്ത കാര്യങ്ങളും ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നൽകുമെന്ന് ഈശോ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരികയും, അതുകൊണ്ട് ഈശോ ഈ വാക്യത്തിലൂടെ നമ്മോട് പറയുന്നത്, നാം മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവത്തെ അപ്പനായി അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്ഥാനത്ത് കണ്ടുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്, അനുഭവിച്ചുകൊണ്ട് ആ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും വ്യക്തമായിട്ട് പറയുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ഒരു വൈകാരികമായ ആത്മീയമായ അടുപ്പവും സ്വാതന്ത്ര്യവും നമുക്ക് ഈശോയോട്, ദൈവത്തോട് വേണമെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരികയും, അതുകൊണ്ട് ഈ ഒരു ആത്മീയ ജീവിതത്തെ, ആത്മീയ ജീവിതത്തിൻ്റെ പക്വതയെ ഈ ഒരു ദൈവമക്കളുടെ അനുഭവത്തിലുള്ള ആഴമായിട്ട് വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. സ്നേഹമുള്ള സഹോദരരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും കടന്നു വന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിലും മനോഭാവത്തിലും കാഴ്ചപ്പാടുകളിലും വരുത്തുന്ന ഏറ്റവും വലിയ പരിവർത്തനമെന്ന് പറയുന്നത് ഈ ദൈവമക്കളുടെ അനുഭവത്തിലേക്കും അവബോധത്തിലേക്കും ഈ ദൈവാത്മാവ് ആ വ്യക്തിയെ നയിക്കുന്നു എന്നുള്ളതാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രസ്വീകാര്യതയുടെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന എന്ന് പറഞ്ഞാൽ സർവശക്തനായ ഒരു ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹ നിരാസമുള്ള ഓർമ്മ എപ്പോഴും ഭയത്തിൻ്റെ ഓർമ്മയായിരിക്കും. അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ തള്ളിക്കളയുന്ന ഒരു ദൈവത്തെക്കുറിച്ച്, അപ്രാപ്യമായ പരിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ഭയത്തിൻ്റെ ഓർമ്മയായിരിക്കും. എന്നാൽ സ്നേഹിക്കുന്ന ദൈവം, എന്നെ സ്നേഹിക്കുന്ന ദൈവം, ആ ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഓർമ്മ എൻ്റെ അപ്പനേക്കാളും എൻ്റെ അമ്മയേക്കാളും എൻ്റെ ഈ ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെക്കാളും എൻ്റെ ഏറ്റവും അധികം നന്മ ആഗ്രഹിക്കുകയും എനിക്ക് വേണ്ടി എത്ര ത്യാഗം ചെയ്യുവാനും കഷ്ടപ്പെടുവാനും വിഷമിക്കുവാനും വേദനിക്കുവാനും ഒക്കെ മനസ്സുള്ള, എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുകയും എന്നെ സ്വന്തമായി കരുതുകയും എന്നെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്നേഹമുള്ള ദൈവമാണ്, സ്നേഹമുള്ള അപ്പനെ പോലെ, സ്നേഹമുള്ള അമ്മയെപ്പോലെ ഒരു ദൈവമാണ് എനിക്കുള്ളത് എന്ന ഓർമ്മയാണ് എങ്കിൽ ആ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ഒരിക്കലും ഭയം ജനിപ്പിക്കുന്ന ഓർമ്മയല്ല. അതുകൊണ്ടാണ് പത്രോസ്ലീഹ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്, സ്നേഹം ഭയത്തെ തിരസ്കരിക്കുന്നു, സ്നേഹം ഭയത്തെ നിർമാർജനം ചെയ്യുന്നുവെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. സ്നേഹമുള്ളവിടത്ത് ഭയത്തിന് സ്ഥാനമില്ല എന്ന്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ഈ ദൈവമക്കളുടെ അനുഭവത്തിലേക്കാണ് വളരുന്നത്. അല്ലാതെ വീണ്ടും ദൈവത്തെക്കുറിച്ചുള്ള, ദൈവത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള, ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളിലൂടെയുള്ള ഭയമല്ല നമുക്ക് നൽകുന്നത്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ഈ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക്, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭയവും ഭയത്തിൻ്റെ അടിമത്തവും അല്ല നൽകുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദൈവമക്കളുടെ അനുഭവമാണ് തരുന്നത്. ദൈവമക്കളുടെ അനുഭവം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ അനുഭവമാണ്. എന്നിട്ട് ആ വചനം നമ്മോട് പറയുന്നത്, ഈ ആത്മാവ് മൂലമാണ് നാം ദൈവത്തെ അബ്ബ അല്ലെങ്കിൽ അപ്പച്ച എന്ന് വിളിക്കുന്നത്.
ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തെ അപ്പച്ച എന്ന്, ദൈവത്തെ സ്വന്തം അപ്പനെന്ന് കണ്ട് അനുഭവിച്ച് വിളിക്കുവാൻ നമുക്ക് പ്രേരണയും പ്രചോദനവും തരികയും നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം ദൈവത്തിൻ്റെ മക്കളാണ്. സ്നേഹമുള്ളവരെ, തൻ്റെ മകനോ മകളോ ഏതെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളോ കുറവുകളോ വൈകല്യങ്ങളോ ഒക്കെ ഉള്ളവരാണെങ്കിലും മാതാപിതാക്കൾക്ക് ഒരിക്കലും ആ കുഞ്ഞിനെ തിരസ്കരിക്കാൻ പറ്റില്ല, ആ കുഞ്ഞിനെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ മാനുഷികമായ തലത്തിലുള്ള വൈകല്യങ്ങളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും മാതാപിതാക്കൾ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നു, കരുതുന്നു, ശുശ്രൂഷിക്കുന്നു, സ്നേഹിക്കുന്നു, വളർത്തുവാനായിട്ട് പരിശ്രമിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നാം ദൈവത്തിൻ്റെ മക്കളായി സ്വീകരിക്കപ്പെടുകയാണ്. ഈ ദൈവം എന്നെ സ്വന്തം മകനായി അല്ലെങ്കിൽ സ്വന്തം മകളായി നിന്നെ സ്വീകരിക്കുകയാണ്. ഈ ദൈവം സ്വന്തം മകനോ മകളോ ആയി നമ്മെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മെ വളർത്തുവാനും നയിക്കുവാനും ആ ദൈവം തയ്യാറാകുമ്പോൾ നമുക്ക് എന്തിനെക്കുറിച്ചാണ് ഭയപ്പെടുവാനുള്ളത്, നമുക്ക് എന്തിനെക്കുറിച്ചാണ് ഉത്കണ്ഠപ്പെടുവാനുള്ളത്? അതുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിച്ചു കേട്ട ഇതേ വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും നാം വായിക്കുന്നുണ്ട്. അവിടെ നാം ഇപ്രകാരം വായിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങൾ, ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനെ ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവനെ തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാ മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുന്നത്, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകും. സ്നേഹമുള്ളവരെ, നാം ഈശോയോട് എന്തു ചോദിച്ചാലും എന്തിനു വേണ്ടി ചോദിച്ചാലും ഈശോ അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവമക്കളുടെ അവബോധം നമുക്കുണ്ടാകുമ്പോൾ, ദൈവമാണ് എൻ്റെ അപ്പൻ അല്ലെങ്കിൽ ദൈവമാണ് എൻ്റെ അമ്മ, ദൈവമാണ് എൻ്റെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് എന്നെ സ്നേഹിക്കുകയും എന്നെ വളർത്തുകയും എന്നെ കൈപിടിച്ച് നയിക്കുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ രക്ഷകർത്താവ്, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ എൻ്റെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് ഈ ദൈവമാണ് എന്ന തിരിച്ചറിവ് എനിക്കുണ്ടായി കഴിയുമ്പോൾ പിന്നെ എൻ്റെ ജീവിതത്തിൽ കുറവുകളെല്ലാം നിറവുകളുടെ അനുഭവമായിട്ട് മാറുകയാണ്. എനിക്ക് വേണ്ടതെല്ലാം തക്ക സമയത്ത് ഞാൻ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും എനിക്ക് ആവശ്യമായിരിക്കുന്നതെല്ലാം തക്ക സമയത്ത് നൽകുന്ന ഒരു നല്ല ദൈവത്തെ ഞാൻ അനുഭവിക്കുവാൻ തുടങ്ങുകയാണ്. സ്നേഹമുള്ളവർ, ഈ ദൈവമക്കളുടെ അവബോധം, ദൈവ പൈതലിൻ്റെ അനുഭവം, ദൈവ പൈതലിൻ്റെ അവബോധം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയും, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം എന്നെ ഇത്രമാത്രം സ്നേഹിക്കുമ്പോൾ ദൈവത്തോട് ഞാൻ ഒരു മകനടുത്ത അല്ലെങ്കിൽ മകൾക്കടുത്ത ദൈവ പൈതലിൻ്റെതായ സ്വാതന്ത്ര്യത്തോടെ ഇടപെടുവാൻ തുടങ്ങുന്ന ഒരു അവസ്ഥ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയും, എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അപ്പനോടോ അമ്മയോടോ മക്കൾ സ്വാതന്ത്ര്യത്തോടു കൂടി എന്തും ചോദിക്കുന്ന, എന്തും ആവശ്യപ്പെടുന്ന, കാരണം ആ കുഞ്ഞിനറിയാം, ആ കുഞ്ഞിന് ആവശ്യമുള്ളത് മാത്രമേ മാതാപിതാക്കൾ നൽകൂ. ആ കുഞ്ഞ് ആഗ്രഹിക്കുന്നതെല്ലാം ഒരുപക്ഷെ നൽകിയെന്ന് വരില്ല, ചോദിക്കുന്നതെല്ലാം ഒരുപക്ഷെ നൽകിയെന്ന് വരില്ല. ചോദിക്കുന്നത് കുറേയൊക്കെ നൽകും. ഒരുപക്ഷെ കുഞ്ഞിന് അത്യാവശ്യമില്ലാത്തതാണെങ്കിൽ പോലും മാതാപിതാക്കൾ അവരുടെ സ്നേഹം കൊണ്ട് ഈ കുഞ്ഞിൻ്റെ ആഗ്രഹത്തെ പ്രതി നൽകും. പക്ഷേ എത്ര ചോദിച്ചാലും എത്രയൊക്കെ ആഗ്രഹിച്ചാലും സ്നേഹമുള്ള മാതാപിതാക്കൾ കുഞ്ഞിന് ഉപദ്രവകരമായ യാതൊന്നും നൽകുകയില്ല. അത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്.
സ്നേഹമുള്ള മാതാപിതാക്കൾ. അങ്ങനെയെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെക്കാൾ എത്രയോ കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം നമുക്ക് ഉപദ്രവകരമായത് ഒന്നും നൽകിയാലാത്തത് കൊണ്ട് നമുക്ക് ഈശോയോട് എന്തും ചോദിക്കാം. നമുക്ക് ദൈവത്തോട് എന്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാം, എങ്ങനെയും പ്രാർത്ഥിക്കാം, എന്ത് കാര്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് നന്മയായിട്ടുള്ളത് മാത്രമേ നൽകൂ എന്ന ഉറപ്പ് നമുക്കുണ്ട്. ഇവിടെ സ്നേഹമുള്ളവരെ, എന്തിനു വേണ്ടിയാണെങ്കിലും എന്തിനാണെങ്കിലും എങ്ങനെയൊക്കെയാണെങ്കിലും പ്രാർത്ഥിക്കുന്നത് അതിൽ തന്നെ പുണ്യമാണ്. പ്രാർത്ഥിക്കുന്നത് അതിൽ തന്നെ നന്മയാണ്. ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് നിന്നെ നയിക്കുന്ന, ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന നിൻ്റെ അനുഭവമാ നിൻ്റെ പ്രാർത്ഥനയെന്ന് നീ തിരിച്ചറിയണം. ചിലപ്പോഴെങ്കിലും ചില വ്യക്തികൾക്ക് ഉള്ള ഒരു തെറ്റായ ധാരണ, അത് എല്ലാ കാലഘട്ടത്തിലുമുള്ള മനുഷ്യരുടെ തെറ്റിദ്ധാരണയാണ്. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രം പ്രയോജനമില്ല, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പിന്നെയോ മറ്റു ചില കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഒരുപാട് പുണ്യങ്ങൾ ചെയ്യണം, പരോപകാരം ചെയ്യണം, നന്മ പ്രവർത്തികൾ ചെയ്യണം, കാരുണ്യപ്രവർത്തികൾ ചെയ്യണം. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന ഒരു തെറ്റിദ്ധാരണ. പ്രാർത്ഥന അതിൽ തന്നെ പ്രയോജനമില്ല. വിശുദ്ധിയോടെ ജീവിക്കുക, പുണ്യം ചെയ്യുക, പരോപകാരം ചെയ്യുക, ഇതൊക്കെയാണ് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതും പ്രയോജനകരവും എന്നൊരു ധാരണ പലപ്പോഴും പല മനുഷ്യരിലും എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ തലമുറയിലും കടന്നുകൂടാറുണ്ട്. അതുകൊണ്ട് ചിലപ്പോഴെങ്കിലും ആൾക്കാർ പറയും, പ്രാർത്ഥിക്കുവാനായി കൂപ്പുന്ന കൈകളേക്കാൾ ശ്രേഷ്ഠമാണ് പരോപകാരം ചെയ്യാൻ വേണ്ടി, നന്മ ചെയ്യാൻ വേണ്ടി വിടർത്തുന്ന കൈകളെന്ന്. പക്ഷെ സ്നേഹമുള്ള സഹോദരരെ, അതിൽ തന്നെ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഈ ആശയം നമുക്ക് വ്യക്തമാക്കി തരും. ഈ ആശയത്തിനുള്ളിൽ ഒരു പൈശാചികമായ ചതി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് സഭാപിതാക്കന്മാരുടെയും വേദപാരംഗതരുടെയും വിശുദ്ധരുടെയും ഒക്കെ പഠനങ്ങളിൽ നിന്ന് നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് വിശുദ്ധ അൽഫോൻസസ് ലിഗോരി എന്ന തിരുസഭയുടെ ചരിത്രത്തിലെ വലിയ വേദപാരംഗതനായ വലിയ വിശുദ്ധനായ വിശുദ്ധ അൽഫോൻസസ് ലിഗോരി പ്രാർത്ഥനയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന മനോഹരമായ പുസ്തകം പ്രയർ ദ ഗ്രേറ്റ് മീൻസ് ഓഫ് സാൽവേഷൻ ആൻഡ് പെർഫെക്ഷൻ എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ വിശുദ്ധ അൽഫോൻസസ് ലിഗോരി ഇതേ കാര്യം പറയുക. പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, പ്രാർത്ഥനയേക്കാൾ പ്രധാനപ്പെട്ടതാണ് പരോപകാരം ചെയ്യുക, പുണ്യപ്രവർത്തികൾ ചെയ്യുക, നന്മപ്രവർത്തികൾ ചെയ്യുക എന്നത്. പ്രാർത്ഥന അതിൽ തന്നെ പ്രധാനപ്പെട്ടതോ പ്രയോജനപ്രദമോ അല്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അത് തെറ്റായ ധാരണയാണെന്ന് വിശുദ്ധ അൽഫോൻസസ് ലിഗോരി പറയുകയും. സ്നേഹമുള്ള സഹോദരരെ, എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന അതിൽ തന്നെ പ്രയോജനമുള്ളതാണ് എന്ന് വിശ്വസിക്കണം. മാത്രമല്ല, പുണ്യപ്രവർത്തികളെക്കാളോ മറ്റു പരോപകാര പ്രവർത്തികളെക്കാളോ താഴെയല്ല പ്രാർത്ഥനയെന്നും നാം മനസ്സിലാക്കണമെന്ന് ഈ വിശുദ്ധാത്മാവ് സഭയുടെ ചരിത്രത്തിലെ വലിയ വിശുദ്ധനായ വേദപാരംഗതനായ വിശുദ്ധ അൽഫോൻസസ് ലിഗോരി പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ ലോകത്തിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയോ എനിക്ക് വേണ്ടി തന്നെയോ എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് അത് പ്രാർത്ഥനയാണ്. ഈ ലോകത്തിൽ എനിക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഈവൻ മരിച്ചു പോയവർക്ക് വേണ്ടി പോലും എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. കാരണം ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നതേ എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ, എനിക്കുള്ളത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ എനിക്ക് വേണ്ടി ആയിക്കൊള്ളട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടി ആയിക്കൊള്ളട്ടെ, മരിച്ചു പോയവർക്ക് വേണ്ടി ആയിക്കൊള്ളട്ടെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാനല്ല പ്രവർത്തിക്കുന്നത്. പരിമിതികളും കുറവുകളും ബലഹീനതകളുമുള്ള ഞാനല്ല പ്രവർത്തിക്കുന്നത്, പിന്നെയോ ദൈവം തന്നെയാ ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്.
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ളതും എനിക്ക് പറ്റുന്നതുമേ കൊടുക്കുവാനും ചെയ്യുവാനും സാധിക്കുകയുള്ളൂവെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടത് എനിക്കുള്ളതായിരിക്കണമെന്നില്ല. ആ വ്യക്തിക്ക് ആവശ്യമായിരിക്കുന്നത് എന്നെക്കൊണ്ട് പറ്റുന്നതായിരിക്കണമെന്നില്ല. എന്നാൽ ആ വ്യക്തിക്ക് വേണ്ടതും ആ വ്യക്തിക്ക് ആവശ്യമായിരിക്കുന്നതും കൊടുക്കുവാനും ചെയ്യുവാനും ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഞാനാണ് പ്രവർത്തിക്കുന്നത്, എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഈവൻ മരിച്ചുപോയവർക്ക് വേണ്ടി പോലും എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. സ്നേഹമുള്ള സഹോദരരെ, രണ്ടാമത്തെ പ്രാർത്ഥന അതിൽ തന്നെ പ്രയോജനമുള്ളതാണ് എന്ന് പറയുവാനുള്ള രണ്ടാമത്തെ കാരണം, പ്രാർത്ഥനയുടെ ഉപോത്ബലകമായ ആന്തരികമായ ചോദനയില്ലാതെ ഞാൻ മറ്റു പ്രവർത്തനങ്ങൾക്ക്, അത് സുവിശേഷ പ്രഘോഷണമാകട്ടെ, കാരുണ്യ പ്രവർത്തികളാകട്ടെ, പരോപകാര പ്രവർത്തികളായിക്കൊള്ളട്ടെ, ദാനധർമ്മങ്ങളായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, പ്രാർത്ഥനയുടെ ആന്തരികമായ ഒരു ഉപോത്ബലകം, ഒരു പ്രചോദനമില്ലാതെ ഞാൻ ആ പ്രവർത്തികൾക്ക് ഇറങ്ങുമ്പോൾ പല അപകടങ്ങളുണ്ട്. ഒന്നാമത്തെ അപകടം, ചിലപ്പോഴെങ്കിലും സൽപ്പേരും പ്രശസ്തിയും പ്രത്യുപകാരവും പ്രതീക്ഷിച്ചുകൊണ്ട് അത് ചെയ്യുവാനുള്ള ഒരു പ്രലോഭനം എനിക്കുണ്ടാകാം. പ്രാർത്ഥനയിൽ ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകം നേടി ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവത്തെ മറ്റുള്ളവരിൽ കണ്ടുകൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ മാത്രമാണ് അതൊരു പുണ്യമായി മാറുന്നത്. അതല്ലെങ്കിൽ അത് വെറും സാമൂഹ്യ സേവനമാണ്. അതുകൊണ്ടാണ് മദർ തെരേസയും അതുപോലുള്ള പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തികൾ ചെയ്തിരുന്ന കാരുണ്യ പ്രവർത്തികളും വെറും ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും ഒക്കെ പേരിൽ ചിലർ ചെയ്യുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും തമ്മിൽ ദൈവരാജ്യത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരുപക്ഷെ ചെയ്യുന്ന പ്രവർത്തികൾ ഒന്നായിരിക്കാം, പക്ഷെ ഒരു വ്യക്തി ചെയ്യുന്ന, മദർ തെരേസയെ പോലുള്ളവർ ചെയ്യുന്ന ദൈവത്തെ പ്രതി, ദൈവസ്നേഹത്തെ പ്രതി അവർ ദൈവത്തെ കണ്ടുകൊണ്ടാണ്. മറ്റുള്ളവരെ പലപ്പോഴും ചെയ്യുന്നത് ചില ആശയങ്ങളുടെയോ ആദർശങ്ങളുടെയോ പേരിൽ, അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെയോ പ്രത്യയശാസ്ത്രത്തിൻ്റെയോ പേരിൽ, അല്ലെങ്കിൽ പ്രതിഫലമോ പ്രശസ്തിയോ പ്രതീക്ഷിച്ചുകൊണ്ട് അതിൽ തന്നെ യാതൊരു നന്മയുമില്ലാത്തതാണ്. എന്നാൽ പ്രാർത്ഥനയിലൂടെ ഞാൻ അനുഭവിക്കുന്ന ദൈവസ്നേഹത്തിനുള്ള പ്രചോദനമാണ് ഇതിനെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ മാത്രമേ അത് പുണ്യമാകുന്നുള്ളൂ. മാത്രമല്ല, ഞാൻ ഈ പുണ്യപ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഓർക്കണം, അമ്മയെ തല്ലിയാലും രണ്ട് അഭിപ്രായമുള്ള പല അഭിപ്രായങ്ങൾ പുറപ്പെടുവിക്കുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഞാൻ ചെയ്യുന്ന നന്മകളെക്കുറിച്ച് അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ പറയാൻ ധാരാളം പേരുണ്ടാവാം. അവിടെ ദൈവസ്നേഹത്തെ പ്രതി വിമർശനങ്ങളെയും പരിഹാസങ്ങളെയും കുറ്റപ്പെടുത്തലുകളെയും അതിജീവിക്കുവാൻ എനിക്ക് സാധിക്കണമെങ്കിൽ ഈ പ്രാർത്ഥനയിലൂടെ എനിക്ക് ലഭിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ആന്തരികമായ ഒരു പ്രചോദനമുണ്ടാകണം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാതെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അതിൽ തന്നെ ആത്മീയമായും വൈകാരികമായും അപകടകരമായ ഒരവസ്ഥയാണ്. ഇനി മൂന്നാമത് ഒരു തലമുള്ളത്, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ കൃപ കടന്നു വരും എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ കൃപ കടന്നു വന്ന് ആ വ്യക്തിയുടെ സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും സാരവത്തായ മാറ്റം വരുമ്പോൾ നമുക്കറിയാം, അത്തിയിൽ നിന്ന് സ്വാഭാവികമായും അത്തിപ്പഴം മറ്റുള്ളവർക്ക് ലഭിക്കും. മുന്തിരിയിൽ നിന്ന് സ്വാഭാവികമായും മുന്തിരി ഫലങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കും. അതുപോലെ ദൈവാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിയിൽ നിന്ന് ദൈവാത്മാവിൻ്റെ ഫലങ്ങൾ സ്വീകരിക്കുവാൻ മറ്റുള്ളവർക്ക് സാധിക്കും. അത് വ്യക്തി ബോധപൂർവം അറിഞ്ഞുകൊണ്ട് നന്മ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല, പിന്നെയോ ആ വ്യക്തിയിൽ വസിക്കുകയും വ്യാപരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് സ്വാഭാവികമായും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ആ വ്യക്തിയിലൂടെ പുറപ്പെടുവിക്കുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയിലൂടെ
നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവാത്മാവിനാൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, ദൈവസ്നേഹത്തിൻ്റെ, ദൈവകൃപയുടെ, ദൈവകരുണയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി മാറുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു ദൈവ പൈതലിൻ്റെ സ്വഭാവ സവിശേഷതകളുള്ള ഒരു കുഞ്ഞിനെ, ഒരു വ്യക്തിയെ കാണുമ്പോൾ ഇന്ന കുടുംബത്തിലെ, ഇന്ന അപ്പൻ്റെ, ഇന്ന അമ്മയുടെ മകനെന്ന്, മകളെന്ന് തിരിച്ചറിയാൻ ആ വ്യക്തിയുടെ മുഖഭാവം, പെരുമാറ്റം, പ്രവർത്തന രീതികൾ, സ്വഭാവം സഹായകരമാണ്. അതുപോലെ ഒരു വ്യക്തി പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കി ദൈവപൈതലിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ നന്മ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി മാറും. ഈ ഒരു വലിയ പരിവർത്തനം, ഈ ഒരു വലിയ മാനസാന്തരമാണ് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കി സ്വർഗത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളെ മാറുവാനുള്ള കൃപ ഈശോ നമുക്ക് നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.